ആശാസമരം തുടരുമെന്ന് സമരസമിതി. വിദഗ്ധ സമിതിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് പ്രതികരണം. പറയാനുള്ള കാര്യങ്ങളെല്ലാം സമിതിക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും സമരസമിതി നേതാവ് എം ബിന്ദു പറഞ്ഞു. ഈ നമ്മൾ നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാമെന്നും അതിൽ അനുകൂലമായ ഒരു തീരുമാനം നിങ്ങൾക്കുണ്ടാകുമെന്നാണ് കമ്മിറ്റിയുടെ പ്രതീക്ഷ. അതുകൊണ്ട് നിങ്ങൾ കുറച്ചു ദിവസത്തേക്കെങ്കിലും ആ സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നത് വരെ ഈ സമരം നിർത്തിവെക്കണം എന്ന് ശ്രീമതി ഹരിത എസ് കുമാർ IAS നമ്മളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു അഭിപ്രായം അവർ പറഞ്ഞു. നമ്മൾ പറഞ്ഞത് അത് നമുക്ക് കഴിയില്ല, നമുക്ക് അനുകൂലമായി ഒരു തീരുമാനമുണ്ടാകുന്നത് വരെ. RB സനൂപ് ഉയർന്നുമായി ചേരുന്നു. സനൂപ്, ഈ വിദഗ്ധ സമിതി എന്താണ് സമരക്കാരുമായി ചർച്ച ചെയ്തത്? അജിംസ്, ഇന്നാണ് കഴിഞ്ഞ ഏപ്രിൽ 23-ന് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ആശമാരുമായിട്ട് ചർച്ച നടത്തിയത്. ഓരോ സംഘടനയും വെവ്വേറെയാണ് ചർച്ചയ്ക്ക് വിളിച്ചിരുന്നത്. ഇതിൽ സമരം നടത്തുന്ന കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനെയാണ് ആദ്യം ചർച്ചയ്ക്ക് വിളിച്ചത്. ഹരിത എസ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്. അതിൽ നേരത്തെ ഉന്നയിച്ച 27 ആവശ്യങ്ങൾ ഈ സമരം നടത്തുന്ന ആശാ സമരക്കാർ അവർ ഉന്നയിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് മറ്റ് പുതിയ കുറച്ച് വിഷയങ്ങൾ കൂടി ഉന്നയിച്ചത്. അതിലൊന്ന് ഈ സമരത്തിന്റെ ഭാഗമായിട്ട് വിവിധ ജില്ലകളിൽ പകപോക്കലിന്റെ ഭാഗമായിട്ട് സർക്കാർ കേസും അതുപോലെ തന്നെ ഇൻസെന്റീവ് മറ്റുമൊക്കെ തടഞ്ഞു വെക്കുന്ന നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിൽ നിന്ന് പിൻവാങ്ങണം, ഈ പകപോക്കൽ പരിപാടികളിൽ നിന്ന് പിൻവാങ്ങണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഇൻസെന്റീവിൽ മാനദണ്ഡം കൊണ്ടുവന്നപ്പോൾ അത് കാരണം ഈ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന തുകയേക്കാൾ പകുതി തുക പല ആശമാർക്കും കിട്ടിയിരുന്നു. അതുകൊണ്ട് മുഴുവൻ തുകയും നൽകണം. ഈ ആവശ്യങ്ങളാണ് ഇന്ന് പുതിയതായിട്ട് കൂടി ഈ സമരസമിതി വിദഗ്ധ സമിതിയുടെ ഹിയറിംഗിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇത് ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ട ഒരു ചർച്ചയായിരുന്നില്ല, പകരം വിദഗ്ധ സമിതിയുടെ ഹിയറിംഗ് ആയിരുന്നു. ഇപ്പോൾ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനി റിപ്പോർട്ടായിട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കും. സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. പക്ഷെ എന്നാൽ കൂടി സമരം തുടരാൻ തന്നെയാണ് ആശാ പ്രവർത്തകരുടെ തീരുമാനം. കാരണം നേരത്തെ തന്നെ ഈ സമരം തുടങ്ങിയത് ആ ആവശ്യങ്ങൾ ഇപ്പോഴും അതേ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഈ ആനുകൂല്യങ്ങൾ തങ്ങൾക്ക് കിട്ടുന്ന സമയം വരെ ഈ സമരം തുടരും എന്നാണ് ആശാ പ്രവർത്തകർ പറയുന്നത്. 141 ദിവസമായിട്ട് ഈ സമരം തുടങ്ങിയിട്ട്. അജിംസ്.